നിങ്ങളുടെ അടുത്ത് വർക്കിംഗ് അല്ലാത്ത പഴയ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പം അതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടാവും. ഈ ഹാർഡ് ഡിസ്ക് ഒരു 2.5 ഇഞ്ചാണ് സൈസ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 1 TB ആണ്. ഒരു 1 TB എക്സ്റ്റേണൽ സ്റ്റോറേജ് നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതൊരു 2.5 ഇഞ്ചിൻ്റെ ടെറാബൈറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് എൻക്ലോഷറാണ്. ഞാനിത് വാങ്ങിയിട്ടൊരു 1 ഇയറായി. അത് ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. USB 3.0 ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും കിട്ടും. ഇതിലേക്ക് ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത് സൈഡ് പിടിച്ച് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ലോജിക് ബോർഡാണുള്ളത്. ആ ബോർഡിൽ നമ്മുടെ സാറ്റലൈറ്റിലേക്കുള്ള പവർ കണക്ഷനും ഡാറ്റ കണക്ടിവിറ്റിയും ഉണ്ടാവും. ഇതേപോലെ അതിൻ്റെ കണക്ടിവിറ്റി ഒന്ന് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് അവിടെ കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ ടോപ്പ് കവറും കൂടി ഇതേപോലെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതിൻ്റെ കൂടെ നമുക്കൊരു USB 3.0 കേബിളും കൂടെ കിട്ടുന്നുണ്ട്. ഒരു 500 രൂപയ്ക്ക് താഴെ മാത്രം മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പഴയ ഹാർഡ് ഡിസ്ക് ഇതേപോലെ വർക്കിംഗ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ പ്രൊഡക്റ്റും അതേപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടെ വില കുറഞ്ഞ 10 days റീപ്ലേസ്മെൻറ്റ് പോളിസി ഉള്ളതായിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ സ്റ്റോറേജുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം സേഫ്ലി ഇജക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് റിമൂവ് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുത്തോളൂ. അറിയാത്തവർക്ക് ഒരു ഉപകാരമാവട്ടെ.